ഇപ്പോൾ നമ്മുടെ കാമധേനു കാർസിൽ ബിലോ 10 lakhs വരുന്ന ധാരാളം പ്രീമിയം കാർസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇവർക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷോറൂം വരുന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ വാഹനങ്ങൾ കണ്ട് അല്ലെങ്കിൽ വാഹനങ്ങളുടെ മോഡൽ അറിഞ്ഞ് നമുക്ക് ബുക്ക് ചെയ്ത് നമുക്ക് വാഹനങ്ങൾ വരുത്താവുന്നതാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ വാഹനം 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 9.99 lakh ആണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വന്നേക്കുന്നത്. ഡ്രീം ക്യാപ്ചറിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് വൈറ്റില കൊച്ചിയിലാണ്, കാമധേനു കാർസിന്റെ കൂടെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏതാനും വാഹനങ്ങൾ പരിചയപ്പെട്ടു. ഇന്ന് നമുക്ക് കുറച്ചും കൂടെ വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുള്ള പുതിയ വാഹനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതോടൊപ്പം കാമധേനു കാർസിന്റെ പുതിയ ഓഫേഴ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഓഡി Q5 ആണ്. ഓഡി Q5 നമുക്കറിയാം ഒരു സെലിബ്രിറ്റി വാഹനമാണ്. നമുക്ക് വളരെയധികം റോഡ് പ്രസൻസ് കിട്ടുന്ന ഒരു വാഹനമാണ്. അതുപോലെ ഇതൊരു ഡീസൽ വേരിയന്റ് ആണ്. അതൊരു ബിസിനസ്മാനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഓഡി Q5 എന്ന് പറയുന്നത്. ലോട്ട് ഓഫ് അട്രാക്ഷൻ, ലോട്ട് ഓഫ് റോഡ് പ്രസൻസ് നമുക്ക് കിട്ടുന്ന ഒരു വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ വാഹനം 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഓഡി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് ഉള്ളൊരു ജനറേഷൻ, അതായത് ഇന്ത്യയുടെ ഫസ്റ്റ് ജനറേഷൻ ഓഡി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. Q5 ആണ്. അതിൽ സീരീസിൽ വന്ന Q5 ആണ്. നമുക്ക് ഒരു വേർഡായിട്ട് തോന്നുന്നൊരു കാര്യമാണ് ഇതിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. നമുക്ക് ഡ്രൈവറിന് കാണുന്ന രീതിയിൽ കുറച്ച് ടിൽറ്റ് ചെയ്തിട്ടാണ്. പക്ഷേ ഇൻസൈഡ് നമ്മൾ ഇരുന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അതൊരു ഫീൽ വരത്തില്ല. നമുക്ക് തന്നെ നോർമലി അത് കാണാനായിട്ടുള്ളൊരു പൊസിഷനിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ആണ് വന്നേക്കുന്നത്. ജസ്റ്റ് നമ്മളൊരു ടാപ്പ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബ്രേക്ക് ആക്ടിവേഷൻ ആവുന്നതും എൻഗേജ് ആവുന്നതും ഡിസ്ഗേജ് ആവുന്നതും നമുക്ക് സൗണ്ട് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു CD പ്ലെയർ ഏകദേശം 2013 കാലഘട്ടത്തിൽ വരെ നമുക്ക് CD പ്ലെയർ ഇൻസൈഡ് എല്ലാ ലക്ഷറി വാഹനങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഒട്ടുമിക്ക ജർമ്മൻ അമേരിക്കൻ വാഹനങ്ങളിലെല്ലാം നമുക്ക് CD പ്ലെയർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വരുന്നത് പൻറോമിക് സൺറൂഫ് ആണ് നമുക്ക് ഈ വാഹനത്തിന് വരുന്നത്. വാഹനങ്ങളുടെ ഇന്റീരിയറിലും അതുപോലെ തന്നെ ഫീച്ചേഴ്സിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്ന ഒരു വാഹനം കൂടെയാണ് ഓഡി എന്ന് പറയുന്നത്. ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ കറണ്ട് ജനറേഷൻ വാഹനം ഏത്, പഴയ ജനറേഷൻ ഏതെന്നൊന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഓഡി കാണുമ്പോഴും നമുക്കെല്ലാം ഒരൊറ്റ സെയിം ഫീലാണ്, ഒരു ഗംഭീര ലുക്കിലാണ് വരുന്നത്. അത് പിന്നീട് റീഡിസൈൻ ചെയ്യേണ്ട കാര്യമൊന്നും ഓഡിക്കും അങ്ങനെയുള്ള കമ്പനീസിന് വന്നിട്ടില്ല, പ്രത്യേകിച്ച് ഓഡിക്ക് വന്നിട്ടില്ല. 9.99 lakh ആണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വന്നേക്കുന്നത്. ഗുജറാത്ത് രജിസ്ട്രേഷനാണ് വാഹനം ഉള്ളത്. അപ്പം അഡീഷണൽ ഒരു ടാക്സും എല്ലാം കൂടി എനിക്ക് തോന്നുന്നൊരു 40 lakh ബിലോ നമുക്ക് എന്തായാലും കോസ്റ്റ് വരും. അപ്പോൾ തീർച്ചയായിട്ടും കാമധേനു കാർസിനെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരെന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരും. നമുക്ക് ഓഡിക്ക് എല്ലാ ഡോർസിലും റിക്വസ്റ്റ് ബട്ടൺ ഉണ്ട്. നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ബാക്ക് സീറ്റിലേക്കുള്ളൊരു ആക്സസ് വരുന്നത്. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 9.99 lakh ആണ്. തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് നല്ലൊരു ആംബ്രസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അതൊക്കെ വളരെ എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ഇപ്പോഴും പ്രീമിയം കാർസിൽ ഇത്രയും നല്ലൊരു ആംബ്രസ്റ്റ് കിട്ടാനായിട്ട് പാടാണ്. കാരണം ഇച്ചിരി സ്റ്റിഫാണ്, അതുപോലെ തന്നെ പൊസിഷനിങ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ആഡ് ഓൺ ആയിട്ടൊരു പാഴ്സൽ ട്രേ, അതായത് നമുക്കൊരു ഫുഡ് കഴിക്കാനൊക്കെ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെക്കാനൊക്കെ ഉള്ള ആക്സസറീസ് ഫിറ്റ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിൻ്റെ കോ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലായിട്ട് വന്നിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് ഈസ് ദ ക്യാപ്റ്റൻ സീറ്റ്. ഒരു ഡ്രൈവേഴ്സ് പ്ലസ് ഓണേഴ്സ് കാറാണ് ഓഡി എന്ന് പറയുന്നത്. ഇറങ്ങുന്നതും കയറുന്നതൊക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ്. ഒരു സെലിബ്രിറ്റി കാറാണ്. ഓഡി Q5 ഡിക്കി തുറക്കാൻ പോവാണ്. ഈ ഒരു സ്പേസിൽ നമുക്ക് എന്തായാലും തുറക്കാൻ പറ്റൂല എന്ന് ചെക്ക് ചെയ്യാൻ കൂടെ ചെയ്യാമല്ലോ.
വളരെ സ്ലോയിലാണ് തുറക്കുന്നത്. യെസ്. ആൻഡ് അപ്പോൾ ഇതാണ് ഓഡി Q5-ൻ്റെ ബൂട്ട് സ്പേസ്. കണ്ടമാനം ബൂട്ട് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈസിലി ഒരു ഹാച്ച് ബാക്കിൻ്റെ കൂട്ട് തന്നെ ഈസിലി ബാക്ക് സൈഡിലോട്ട് നമുക്ക് ആക്സസിബിൾ ആണ്. പിന്നെ ഇതിൻ്റെ സ്പെയർ വീല് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പെട്ടെന്ന് ബൂട്ട് സ്പേസ് കൂട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ സീറ്റ് ഓട്ടോമാറ്റിക് ഫോൾഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ആ സീറ്റ്സും നമുക്ക് അങ്ങോട്ട് ഇത് ഫോൾഡായിട്ട് നമുക്ക് ബൂട്ട് സ്പേസ് കുറച്ചും കൂടെ കൂട്ടാൻ, നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, കൂടുതൽ ലഗേജസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കപ്പിൾ ഒരു ട്രക്കിങ്ങിന് അല്ലെങ്കിൽ ക്യാമ്പിങ്ങിന് പോവുകയാണെങ്കിൽ കുറേ ടെൻറ്റ്, അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്, ഐസ് ബോക്സ് കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ഒരുപാട് സ്റ്റോറേജ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇങ്ങനൊരു ലക്ഷറി വാഹനമാണെങ്കിൽ പോലും അതിന് ബിഹൈൻഡ് ഇത്രയും ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ഒരു ആക്റ്റീവ് ഡ്രൈവർക്ക് പറ്റിയൊരു വാഹനമാണ്. ഇപ്പോൾ നമ്മുടെ കാമധേനു കാർസിൽ ബിലോ 10 lakhs വരുന്ന ധാരാളം പ്രീമിയം കാർസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇവർക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷോറൂം വരുന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാഹനങ്ങൾ കണ്ട് അല്ലെങ്കിൽ വാഹനങ്ങളുടെ മോഡൽ അറിഞ്ഞ് നമുക്ക് ബുക്ക് ചെയ്ത് നമുക്ക് വാഹനങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ ഈ ഓഡി Q5-ൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 2011 മോഡലാണ്. കോൺട്ര എഞ്ചിൻ വരുന്ന 4 വീൽ ഡ്രൈവ് വാഹനമാണ്. 3 ലിറ്ററാണ്, ഡീസൽ വാഹനമാണ്. അപ്പോൾ DSG ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ സ്മൂത്താണ്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. തീർച്ചയായിട്ടും കാമധേനു കാർസിനെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വാഹനത്തിലേക്ക് പോകാം.